നമസ്കാരം. രാഹുലേ, നിന്നെ അവർ തീർക്കും. നിന്നെ കുടുക്കിയത് ഈ കൂടെ നടന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയാണ് രാഹുലെ നീ പേടിക്കേണ്ടത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പിന്തുണയില്ലാത്ത രാഹുലിനെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സകല തോന്നിയവാസങ്ങളും കാണിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം കോൺഗ്രസ് പാർട്ടി തന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. തനിക്കെതിരെ ആരും പരാതിയുമായി അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരില്ല എന്നതായിരുന്നു. സകല തോന്നിയാസങ്ങളും കാണിക്കാനുള്ള ഒരു ചിലപ്പോൾ ആത്മവിശ്വാസം കിട്ടിയത് പോലും പാർട്ടി കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ പാർട്ടി അവസാനം കൈവിടുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞത് തന്നെ പാർട്ടിയുടെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാർട്ടിക്കാരനല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. രാഹുലിൽ നിന്ന് ഉപദ്രവം നേരിട്ട നിരവധി വനിതകൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന് വനിതാ നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആദ്യം നിയോഗിച്ച അന്വേഷണ സംഘത്തിന് മാത്രം നേരിട്ടല്ലാതെ ഇമെയിൽ വഴി 12ഓളം പരാതികളാണ് ലഭിച്ചത്. തങ്ങൾക്ക് അടുത്തറിയാവുന്ന കുട്ടികൾക്കുണ്ടായ അനുഭവം പറയുന്ന മെയിലുകളായിരുന്നു അവ എന്നാണ് പറയപ്പെടുന്നത്. നേരിട്ട് ആരും പരാതി നൽകാതെ വന്നതോടുകൂടിയാണ് തുടർ നടപടികൾ ഈ പരാതികളിൽ ഉണ്ടായില്ല എന്നുള്ളത്. അടുത്തിടെ BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് 15ഓളം സംഭവങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇവരാരും തന്നെ പരാതിയുമായി ചെന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ രാഹുലിനെതിരെയുള്ള വിവാദങ്ങൾ ഉയർന്നു തുടങ്ങി. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു. പിന്നാലെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തു. അതോടെ അവസാനിക്കുമെന്ന് കരുതിയ വിവാദങ്ങൾ സത്യത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ ചർച്ചയാവുകയാണ്. പലരും രാഹുലിന്റെ മോശം പെരുമാറ്റം പരസ്യമായി തുറന്നു പറയാൻ തുടങ്ങി. ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമര നായകൻ എന്നൊരിക്കൽ രാഹുലിനെ വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രാഹുലിന്റെ നിശിത വിമർശകനായി മാറുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്നെല്ലാം ഹൂ കെയേഴ്സ് എന്ന മനോഭാവമായിരുന്നു രാഹുലിനുണ്ടായിരുന്നത്. വോയിസ് റെക്കോർഡുകളും വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നപ്പോഴും നിയമപരമായി ഒരു തെറ്റും ചെയ്തില്ല എന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിന്നു. ഒടുവിൽ അതിജീവിതയായ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൈമാറിയതോടെ കളിമാറി. അതുവരെ വീരവാദം പറഞ്ഞ രാഹുൽ നിന്ന നിൽപ്പിൽ ഒളിവിൽ പോയി. ഇതിനിടെ മറ്റൊരു യുവതിയും രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായിട്ട് പാർട്ടിയെ സമീപിച്ചു. പിന്നാലെ കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ വലിയൊരു നിരയും രാഹുലിനെതിരെ നിലകൊണ്ടു. മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രതികൂല വിധി ഉണ്ടായാൽ ഉടൻ രാഹുലിനെ പുറത്താക്കുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നത് ആ രണ്ടാമത്തെ പരാതി കൂടി വന്നപ്പോഴാണ്. കാരണം രാഹുലിനെ ഇനിയും സംരക്ഷിച്ചാൽ ജനം എതിരാകുമെന്ന തിരിച്ചറിവാണ് നേതൃത്വത്തെ കൊണ്ട് ഇത്തരമൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ നിർബന്ധിതരാക്കിയത് എന്നുള്ളതാണ്. ശരവേഗത്തിൽ കോൺഗ്രസ് നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന യുവ നേതാവ് അതിനേക്കാൾ വേഗത്തിൽ അപ്രസക്തനാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ കണ്ടത്. ഒരു ലൈംഗിക പീഡന കേസിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മുൻകൂർ ജാമ്യ ഹർജി തള്ളി പിടിവള്ളിയൊന്നുമില്ലാതെ നിൽക്കുന്ന രാഹുൽ MLA സ്ഥാനം എപ്പോൾ രാജിവെക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ എത്രയും വേഗം MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഇനി കോൺഗ്രസ് നേതൃത്വം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കോൺഗ്രസുകാർ ചിന്തിക്കേണ്ടതാണ്. ഞാനിത് ഈ കാരണം പറയാൻ തന്നെ കാരണം രാഹുലിന് ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇതിനേക്കാളേറെ തീക്ഷ്ണമായ ദിവസങ്ങളായിരിക്കാം. ഇങ്ങനെ ഒരിക്കൽ കയ്യടി ലഭിച്ചവരെ, പരിഗണന ലഭിച്ചവരെ, അല്ലെങ്കിൽ താരപദവിയിലെത്തിയവരെ അവർ വീഴുന്ന നിമിഷം ആഘോഷമാക്കുന്നത് നമ്മുടെ നാട്ടിന് പുതുമയല്ല. ഇനി വഴുതി വീണ ആളിന്റെ ചുറ്റും നിൽക്കുന്ന സ്നേഹിതരും പതുക്കെ അകന്നുപോകും. കാരണം അത്തരത്തിലാണ് നമ്മുടെ നാടും നാട്ടാരും എന്നുള്ളത്. ഇത് പോങ്ങന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇതിനൊപ്പം വായിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞവർ പോലും സുരക്ഷിത ദൂരത്ത് നിന്നുകൊണ്ട് പരിഹസിക്കും. കാരണം നമ്മൾ ഉയർച്ചകളിൽ ആരാധിക്കുന്നവരെ താഴെയായാൽ വെറുക്കുന്ന സമൂഹമാണിത്. എങ്കിലും ഇതെല്ലാം ഒരു സത്യത്തെ മറക്കരുത്. വീഴ്ച ഒരു സമൂഹത്തിന്റെ ക്രൂരത കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. അതിന് വ്യക്തിയുടെ സ്വന്തം തെറ്റുകളും ചേർന്നിരിക്കും. നമുക്കറിയാമല്ലോ, വിജയം, പ്രശസ്തി, പ്രണയം, ഭോഗം ഇവയെല്ലാം നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ ഏതൊരാളും ഇത്തരമൊരു തകർച്ചയിലേക്ക് വഴുതി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വന്തം തെറ്റുകൾ മറച്ച് ലോകത്തെ കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ യാഥാർത്ഥ്യം കഠിനമാണ്. വീഴ്ത്താൻ യോഗ്യതയുള്ളവരെ മാത്രമാണ് സാഹചര്യങ്ങൾ പലപ്പോഴും വീഴ്ത്തിയിട്ടുള്ളതും വീഴ്ത്തുന്നതും. ആ യോഗ്യത സൃഷ്ടിച്ചത് വ്യക്തിയുടെ തന്നെയുള്ള തെറ്റായ തിരഞ്ഞെടുപ്പുകളും ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ചെയ്യേണ്ടതൊന്ന് മാത്രമാണ്, തെറ്റുകളേറ്റ് പറഞ്ഞ് പാഠമാക്കി ജീവിതം പുതുക്കി തുടങ്ങുക. ഭോഗപേക്ഷയും ലഹരി പോലുള്ള
അല്ലെങ്കിൽ ലഹരി പോലെയുള്ള ബന്ധങ്ങൾക്കും അകലെയിരിക്കുക. വീഴ്ചയുടെ വേദനയിൽ നിന്ന് ഒരുപോലുള്ള വളർച്ച പഠിക്കുവാൻ ശ്രമിക്കുക. സമൂഹം പിൻവാങ്ങും, സുഹൃത്തുക്കൾ നിങ്ങളെ മാറ്റി നിർത്തും. പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ ചുരുക്കുവിരൽ പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ താൻ തന്നെയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം. പുതിയൊരു ജീവിതം, ആ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇതിലും ശക്തമായ സമയമില്ല. അതിനാൽ മുന്നോട്ട് പോവുക. കേരള സമൂഹം വീഴുന്നവരെ കൈയോടെ താങ്ങുന്നവരല്ല എന്ന് മനസ്സിലാക്കുക, ചവിട്ടി ഉറപ്പിക്കുന്നവരാണ്. ഇതാണ് പോങ്ങന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഉപദേശം പോലെയാണ് നൽകിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അടുത്ത സ്നേഹിതരും കുഴിഞ്ഞു തുടങ്ങുമെന്ന് പറയപ്പെടുന്നു. സ്നേഹിക്കാനും പ്രേമിക്കാനും കാമിക്കാനും ഒന്നും ലാലാന് അങ്ങനെ മത്സരിക്കില്ല. ഏതാനും മാസങ്ങൾ കൊണ്ട് മലയാളികൾക്കും മാധ്യമങ്ങൾക്കും വേറെ ഇരയെ കിട്ടും. നയിച്ചു വന്നിരുന്ന ജീവിതം തിരികെ ലഭിക്കില്ല. എത്തിച്ചേരേണ്ടിയിരുന്ന പദവികളിൽ നിങ്ങളുടെ കുണ്ടി എത്തിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വന്തം ലിംഗത്തെ ശപിക്കാൻ തോന്നുന്ന തരത്തിലേക്ക് എത്തുന്നു. പറിച്ചറിയാൻ ആലോചിക്കും. പറ്റിയ പിഴവുകളെ പഴിക്കാതെ പാഠമാക്കുക. പശ്ചാത്താപം തോന്നുന്നുവെങ്കിൽ ആശ്വസിക്കുക. നിങ്ങളെക്കാൾ വലിയ കൊള്ളരുതാത്തവന്മാർ വീരന്മാരായി വാഴുന്നത് കാണുമ്പോൾ വിഷമിക്കരുത്. അവരുടെ നേരമായിട്ടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. സ്വസ്ഥനായിരിക്കുക. ലഭിച്ച ഭോഗവും തരപ്പെട്ട ആദരവും കിട്ടിയ പരിഗണനകളും ഒക്കെ കൊണ്ടു നടന്ന കനത്താസനത്തിന് ലഭിച്ചതാണ്. മുന്തിയവന്റെ കുണ്ടു ചുമന്നും വാഴ്ത്തി ആഘോഷിച്ചും അവശരാവുന്നവരാണ് മലയാളികൾ. വീണവരെ ചവിട്ടി രസിക്കുന്ന ശീലം പോങ്ങനില്ല. അതുകൊണ്ട് താങ്കളുടെ ഈ ദുരവസ്ഥയ്ക്കൊപ്പമാണ് പോങ്ങൻ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നു. പക്ഷെ താങ്കൾക്ക് പറ്റിയ പിഴവുകൾക്കോ ചെയ്ത തെറ്റുകൾക്കോ ഒപ്പമില്ല. രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് എനിക്ക് പക്ഷമില്ല കേട്ടോ. ഒരു നാടൻ കോഴി, എത്രയേ ഉള്ളൂ താങ്കൾ. കോഴികളോട് എനിക്ക് തീരെ വിരോധമില്ല. വീഴുന്നവരെ താങ്ങുന്ന സ്വഭാവമുള്ളത് കൊണ്ട് ഈ നേരം താങ്കളെ അപഹസിക്കാൻ ഞാനില്ല. വീഴ്ത്തപ്പെടാൻ വേണ്ടുന്ന എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നത് കൊണ്ടാണ് താങ്കൾ വീഴ്ത്തപ്പെട്ടത്. അതിന് താങ്കളുടെ കൊക്കുടത സ്വഭാവത്തെ വൈരികൾ ഉപയോഗിച്ചു എന്ന് മാത്രം മനസ്സിലാക്കുക. രാഹുൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക, ഭോഗപാകത കൈവരിക്കുക, ലിംഗവിനോദം വിടുക, നല്ലതേ വരൂ. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഈ പോങ്ങന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കൃത്യമാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നത്. പിന്നിൽ നിന്ന് കുത്തിയവരും കൂടെ നടന്ന് ചതിച്ചവരും നിങ്ങളുടെ സ്വഭാവ രീതികളും സ്വഭാവ ശുദ്ധിയില്ലായ്മയും ഒക്കെയാണ് നിങ്ങളെ തകർത്തത് രാഹുൽ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും മനസ്സിലാക്കുക. ഇനി ഒരു പുതിയ ജീവിതം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ഒരു പുതിയ പാതയിലേക്ക് കടന്നു പോകുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആ അവസരമെങ്കിലും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച